അപ്പോൾ ഈ ബംഗ്ലാദേശികൾ കേവലം അവർ പണിക്ക് വേണ്ടി മാത്രം വന്നവരല്ല, അതിൽ ക്രിമിനൽസും ധാരാളമുണ്ട്. കാരണം പിന്നെ അവരെ സമയത്ത് അവരുടെ രാജ്യമല്ലല്ലോ, ഇവിടെ നമ്മുടെ രാജ്യത്തുള്ളവന് പോലും രാജ്യസ്നേഹമില്ല. അപ്പോൾ പിന്നെ ബംഗ്ലാദേശികൾ കൊണ്ടാവേണ്ട കാര്യം തീരെ ഇല്ലല്ലോ. അപ്പോൾ ഈ പരിശോധന നടക്കുന്നു, ബയോമെട്രിക് ആയിട്ടുള്ള പരിശോധന ഈ ബോർഡറിൽ നടക്കുന്നുണ്ട് BSFിൻ്റെ നേതൃത്വത്തിൽ. ഈ പോകുന്ന ആളുകൾ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽപ്പെട്ട ആളാണോ എന്ന് പരിശോധിക്കുന്നുണ്ട്, റെക്കോർഡ് എടുത്തിട്ട്. കാര്യം ഇവിടെ വല്ല കൊലപാതകമോ പിടിച്ചുപറി നടത്തിയിട്ടാണ് പോകുന്നതെങ്കിൽ അവനെ അപ്പം നേരെ ജയിലിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അവനങ്ങ് പറഞ്ഞു വിടും. ഇല്ലാതെ കുഴപ്പമില്ലാത്തവരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കടത്തി. അപ്പോൾ വിശദമായ പരിശോധന ബോർഡറിൽ നടക്കുന്നുണ്ട്. ഇവർക്കൊന്നും രേഖകളില്ല, അവരെ പൗരത്വം നൽകുന്ന രേഖകളില്ല. പക്ഷേ അവരിൽ ആധാർ കാർഡുണ്ട്, വോട്ടർ ID കാർഡുണ്ട്, ഈ പറഞ്ഞ ബംഗ്ലാദേശിലെല്ലാം തന്നെ. ഇതെങ്ങനെ വന്നു? ഇത് മമതാ ബാനർജി പിന്നെ കൊടുത്തതാണ്. കാര്യം ഇവിടെ വോട്ട് ബേസ് നേരത്തെ CPMൻ്റെ വോട്ട് ബേസ് ആയിരുന്നു. 34 വർഷം CPM ഭരിച്ച സമയത്തും ഇവർ ഇന്നും തന്നെ വന്നവരില്ല. ഈ ബംഗ്ലാദേശികൾ എന്ന് പറഞ്ഞാൽ ഇന്നും തന്നെ വന്നവർ. വർഷങ്ങളായിട്ട് ഇവരുടെ 20 വർഷമായിട്ട് 25 വർഷമായിട്ടും ഒക്കെ ബംഗാളിൽ താമസിക്കുന്ന ആളുണ്ട് എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ 20 വർഷം 25 വർഷമൊക്കെ ആണെങ്കിൽ CPMൻ്റെ കാലത്ത് വന്നവരാണ്. അപ്പോൾ അവരുടെ ഒരു വോട്ട് ബേസായിട്ട് എല്ലാ കാലത്തും ഇവരെ ഉപയോഗിച്ചിരുന്നുള്ളതാണ്. ഇപ്പോൾ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അല്ലെങ്കിൽ വോട്ടർ പട്ടിക ശുദ്ധീകരണം വന്നതോടുകൂടി ഇവർക്ക് രേഖ കാണിക്കേണ്ടി വരുന്നു. ഞാൻ ഇന്ത്യക്കാരനെന്ന് കാണിക്കേണ്ട ബാധ്യത വന്നു, നിവൃത്തിയില്ല. അപ്പോൾ ആ സമയത്ത് രേഖയില്ലെങ്കിൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അറസ്റ്റ് ചെയ്യപ്പെടും, ജയിലിൽ പോകും. ഈ ഭീതി കൊണ്ടാണ് ഈ ആളുകൾ കൂട്ടത്തോടെ പലായനം ചെയ്യുന്നത്. ഉള്ളതൊക്കെ എടുത്ത് തുള്ളിപ്പറക്കി എടുത്ത് ഭാണ്ഡങ്ങളായി കെട്ടി അവർ കടന്ന് പോകുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.